മോക്ക് ടെസ്റ്റുകൾ ഡെയിലിയും വീക്ക്ലിയും അതുപോലെ ബൈ വീക്ക്ലിയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. ഇനി കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടെന്ന് ഒരു സംശയം ഉണ്ടാവും കൂട്ടുകാർക്ക്, അതും നമ്മളോട് കൊടുക്കുന്നുണ്ട്. ഹലോ ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രിയുടെ SSC RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മൈസെൽഫ് ശ്യാം ശങ്കർ. നമ്മൾ ഇന്ന് IBACIയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. കൂട്ടുകാർക്ക് അറിയാം, IBACIO എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു ലൈവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയുള്ള കൂട്ടുകാർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജിയുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. IBACIO എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. എന്താണ് IBACIO? അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഡിഗ്രി ലെവലിൽ ഒരു ഇൻസ്പെക്ടർ പോസ്റ്റിന് തുല്യമായിട്ടുള്ള ഒരു ജോലിയാണ് IBACIO എന്ന് പറയുന്നത്. ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. 1,00,000-ത്തിനടുത്ത് നമ്മൾക്ക് സാലറിയും കയ്യിൽ ലഭിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകാർക്കെല്ലാം ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. എങ്കിലും ഒന്നുകൂടെ പറയാണ്, 44,900 രൂപയാണ് ഇനീഷ്യലി പേയ്മെന്റ് കയ്യിൽ വരുന്നത്, ബേസിക് പേ വരുന്നത്. അതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ഉൾപ്പെടെ നമ്മൾക്ക് വലിയൊരു ഭീമമായ എമൗണ്ട് ഇൻ ഹാൻഡ് ഏകദേശം ഒരു 90,000 രൂപ, 90,000 റുപ്പീസിനാണ് നമ്മുടെ കയ്യിൽ സാലറി ആയിട്ട് വരാൻ പോകുന്നത്. അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടൊരു എക്സാം ആണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, SSC ആസ്പിറന്റ് ആണോ നിങ്ങൾ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും ഒരു പ്ലാൻ ബി അല്ലെങ്കിൽ ഒരു കിഡിലൻ ഓപ്ഷനാണ് ഈ പറയുന്ന IBACIO. ജനറലി നമ്മൾ പറയാറുണ്ട്, SSCക്ക് പഠിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും RRB എക്സാംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം SSCക്ക് പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ RRBക്കും പഠിക്കുന്നത്, അല്ലെ? ഇംഗ്ലീഷ് ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് IBACIO. ഇത് സിമിലർ ആയിട്ടുള്ള സിലബസ് ആണ്. ആകെ ഒരു ചേഞ്ച് വരുന്നത് ടിയർ 2ലും ടിയർ 3ലും മാത്രമാണ്. ടിയർ 2ൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആയിരുന്നു SSCക്ക് നേരത്തെ, പക്ഷേ ഇപ്പോൾ ടിയർ 1ലും ടിയർ 2ലും ഒക്കെ ഇപ്പം എന്ത് ചെയ്തിരിക്കുകയാണ്, ഒബ്ജക്റ്റീവ് പേപ്പർ ആക്കിയിരിക്കുകയാണ് SSCക്ക്. പക്ഷെ അവിടെ മാത്രമാണ് IBACIO എന്ന് പറയുന്നത് ഒരു ചെറിയ ചേഞ്ച് വരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും സിമിലർ ആണ്. അപ്പൊ എന്തുകൊണ്ടും IBACIO എന്ന് പറയുന്ന ഒരു എക്സാം SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ആസ്പിറന്റിനും മസ്റ്റ് ട്രൈ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കാര്യമാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് ആയിട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ 19th ജൂലൈ മുതൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 10th ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ലാസ്റ്റ് പീരീഡിലേക്ക് കൂട്ടുകാർ ഒരിക്കലും വയ്ക്കരുത്. കാരണം സൈറ്റ് ബിസി ആയിട്ടൊക്കെ തിരക്കായിട്ട് പോകാറുണ്ട്. അപ്പോൾ സൈറ്റ് കാര്യങ്ങളൊക്കെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിൽ കയറിയിട്ട് IBACIO എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ ഏറ്റവും പെട്ടെന്ന് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഏജ് ബ്രാക്കറ്റ് ഒന്നും ഒരു ചേഞ്ചും ഇല്ല. നമ്മൾ ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്, അവിടെ ഒന്നും മാറ്റമില്ല. ഏജ് ബ്രാക്കറ്റിൽ വരുന്ന ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത്, ഏജിന്റെ ആ കാര്യത്തിൽ വരുന്ന ഒരു ക്രൂഷ്യൽ ഡേറ്റും അതുപോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ്റെ ഒരു ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് 10th ഓഗസ്റ്റ് ആണ്. അതിന് മുമ്പ് ഈ പറയുന്ന 18 to 27 ഇയേഴ്സ് ഒക്കെ ആയിട്ട് അറ്റൈൻ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. അതിനുശേഷം 27 ശേഷമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറ്റില്ല. അപ്പോൾ താഴെ ഇനി കൂടുതൽ കമന്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വീണ്ടും വീണ്ടും ചോദിക്കണമെന്നില്ല. ഒറ്റ കാര്യം വ്യക്തമാക്കി വെക്കാം, 10th ഓഗസ്റ്റിന് 10-ാം തീയതി, ഓഗസ്റ്റ് മാസം 10-ാം തീയതിക്ക് മുമ്പിൽ നിങ്ങൾക്ക് 27 വയസ്സിന് ഉള്ളിലാണെങ്കിൽ, 27 വയസ്സിന് ഉള്ളിൽ നിങ്ങൾക്ക് വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. അതിനൊപ്പം തന്നെ 3 വർഷം OBC റിസർവേഷൻ ഉണ്ട്, 5 വർഷത്തോളം ഈ പറഞ്ഞ SC ST റിസർവേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ 40 വയസ്സിന് താഴെയുള്ള മിനിമം 3 ഇയേഴ്സ് ജോലി ചെയ്തിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്, ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസിന് തീർച്ചയായിട്ടും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന എക്സ് സർവീസ്മെന്റിനും ഈ പറയുന്ന അതേപോലത്തെ ഒരു റിസർവേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൂടുതലൊന്നും കാര്യങ്ങൾ മാറ്റമായിട്ടൊന്നുമില്ല. പിന്നെ PWD ഓട്ടിസം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി അടിവരെ ഇരുന്നിട്ട് കൂടുതൽ പറയുന്നില്ല. എക്സാം ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ ഒരിക്കലും എക്സാം ഡേറ്റ് വരട്ടെ എന്ന് വിചാരിക്കരുത്. പെട്ടെന്നായിരിക്കും ഡേറ്റ് വരിക. അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, ഗ്രാജുവേഷൻ ആണ്. അതായത് ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ജനറലി ബാക്ക് പേപ്പർ ഉണ്ടോ, നമ്മൾ എപ്പോൾ പാസ്സായി, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. 10th ഓഗസ്റ്റ് 2025 മുമ്പിൽ നിങ്ങൾക്ക്, അതിനു മുമ്പ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു ഡിഗ്രി കയ്യിലുണ്ടോ, എത്ര മാർക്ക് എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരു മിനിമം ഈ പറയുന്ന റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഗ്രാജുവേഷൻ ഉണ്ടോ, അത് മാത്രമാണ് ഈ പറയുന്ന IBക്ക് ചോദിച്ചിട്ടുള്ളത്. വേറെ ഒന്നും തന്നെ ചോദിച്ചില്ല. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്നോ, കാലിക്കട്ടോ, ഇഗ്നോവോ, ഡിസ്റ്റൻസോ, ഇതൊന്നും പറയുന്നില്ല. UGC അംഗീകൃതമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഡിഗ്രി, അത് ഏത് ഡിഗ്രിയും, സയൻസ് വേണമെന്നോ ഹ്യൂമാനിറ്റീസ് വേണമെന്നോ ഒരിക്കലും പറയുന്നില്ല. ഒരു ഡിഗ്രി മാത്രമാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം പറയുന്നത് ഡിസൈറബിൾ ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്നാണ്.
കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടെങ്കിൽ നല്ലത്, അത്രയേ ഉള്ളൂ. അതായത് കമ്പൽസറി ആയിട്ട് പറയുന്നില്ല, അതുകൊണ്ട് തന്നെ അതൊരു എലിജിബിലിറ്റി ആയിട്ട് പറയുന്നില്ല. പോട്ടെ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എലിജിബിലിറ്റിയുടെ കാര്യത്തിൽ വരുന്നത്. 10th August 2025 മുമ്പിൽ കൂട്ടുകാർക്ക് ഒരു ഡിഗ്രി ഉണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പറ്റുന്നൊരു കാര്യമാണ്. ഇനി ഇതിന്റെ കാര്യഗൗരവത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. SSC CGL-ഉം IBACA-യും എന്തുകൊണ്ട് മസ്റ്റ് ട്രൈ ആണെന്ന് പറയുന്നത്. SSC CGL എന്ന് പറയുന്ന ഒരു എക്സാം Tier 1 Tier 2 എന്ന് പറയുന്ന ഒരു ലെവലുണ്ട്, പിന്നെ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. IBACA എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയ ചേഞ്ച് വരുന്നത് Tier 1ഉം Tier 2 Tier 3 3 സ്റ്റേജ് ആണ് ഇവിടെ വരുന്നത്. Tier 2 ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും Tier 3 ഒരു ഇന്റർവ്യൂ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ Tier 1 എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Tier 1 രണ്ടിനും കോമൺ ആണ്. സിലബസ് എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ്. ഒന്ന് നോക്കിയാലോ, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെ. Tier 1 എന്ന് പറയുന്നത് അതിന്റെ ഒരു എക്സാം പാറ്റേൺ നമ്മളൊന്ന് നോക്കുകയാണ്. കൂടെ ഒരു സൈക്കിളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, സൈക്കിൾ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക്, കറണ്ട് അഫയേഴ്സിന് 20 മാർക്സ്. ഓക്കെ, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 20 മാർക്സ് എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 20 മാർക്സ്, റീസണിങ് 20 മാർക്സ്, ജനറൽ സ്റ്റഡീസ് 20 മാർക്സ്, ഇംഗ്ലീഷ് 20 മാർക്സ്. ആകെ മൊത്തം 100 ചോദ്യങ്ങൾ. ഓക്കെ, ആകെ മൊത്തം 100 ചോദ്യങ്ങൾ 1 അവർ. ഏകദേശം ഇത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന SSC CGL-ലും പോകുന്നത്. കറണ്ട് അഫയേഴ്സ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കിയുള്ള 4 ടോപ്പിക്സ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. GK നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന GK എന്ന് പറയുന്ന ജനറൽ സ്റ്റഡീസ് എന്നേ പറയുന്നുള്ളൂ. അവിടെ ഈ പറയുന്ന ജനറൽ അവയർനെസ് തന്നെയാണ്. സയൻസും സോഷ്യൽ സബ്ജക്റ്റും വരുന്ന എല്ലാ കാര്യങ്ങളും ജനറൽ സ്റ്റഡീസ് പറഞ്ഞു. പിന്നെ ഏറ്റവും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്കീംസ്, പോളിസി പോലെയുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ബാക്കി എല്ലാ കാര്യങ്ങളും സിമിലർ ആണ്, സെയിം ആണ്. അപ്പൊ എന്തുകൊണ്ടും CGL പ്രിപ്പയർ ചെയ്യുന്ന, SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും, ഡിഗ്രി ഹോൾഡർ ആയിട്ടുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് IBACA ഗ്രേഡ് 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്, കൂട്ടുകാർക്ക് വേണ്ടി ഒരു പ്രിപ്പറേഷൻ ടിപ്പാണ് പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ സിലബസ് ഒന്ന് പ്രിന്റ് ചെയ്ത് വെക്കാം. കൃത്യമായിട്ട് സിലബസ് നമ്മളൊന്ന് പ്രിന്റ് ചെയ്ത് കൈവയ്ക്കുക. ആ സിലബസ് നമ്മൾ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ. ഒരു ദിവസം നമ്മളിപ്പോൾ 5 സബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് 5 സബ്ജക്റ്റ് നോക്കണ്ട, 4 സബ്ജക്റ്റ് ആക്കിയാൽ മതി. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, GK, അതുപോലെ തന്നെ ഇംഗ്ലീഷ്. GK എന്ന് പറയുമ്പോൾ ജനറൽ സ്റ്റഡീസും കറണ്ട് അഫയേഴ്സും കൂടി ഒന്നായിട്ട് പഠിച്ചാൽ മതി. ആ 40 ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, ആ സിലബസ് കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് മുന്നോട്ട് പോകുക. ഇതിനൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് IBACA. ഇനി ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കൂട്ടുകാർക്ക് ഞാൻ നൽകുകയാണ്. നമ്മൾ നൽകുന്ന ജനറൽ സ്റ്റഡീസ് എന്തൊക്കെ പഠിക്കണം? ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, എക്കണോമിക്സ്, ജനറൽ സയൻസ്. ഈ പറയുന്ന 5 കാര്യങ്ങളും നമ്മൾ CGL പഠിക്കുന്നുണ്ട്, എന്തായാലും പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് പഠിക്കുന്ന ഒരാൾക്ക് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്കും കൂടുതൽ. അപ്പൊ കൂടുതലായിട്ടൊന്നും തന്നെ ചെയ്യാനില്ല. അവിടെ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ഇവിടെയും Tier 1-ന് ജനറൽ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ഇവിടെയാണ് നമ്മുടെ ഒരു എബിലിറ്റി അവർ ചെക്ക് ചെയ്യുന്നത്. ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, എക്കണോമിക്സ്, ജനറൽ സയൻസ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയും ഇന്ത്യൻ ജോഗ്രഫിയും ഇന്ത്യൻ പോളിറ്റിയും ഇന്ത്യൻ എക്കണോമിക്സും നമുക്ക് ചുറ്റുമുള്ള സയൻസും അറിഞ്ഞിരിക്കണം. ഇത്രയേ അവർ ചെക്ക് ചെയ്യുന്നുള്ളൂ. വളരെ ബേസിക് ആണ്. ഒരു ഡിഗ്രി ഹോൾഡർക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ ഒന്നും തന്നെ പേടിക്കാനില്ല, തീർച്ചയായിട്ടും നോക്കുക. ഇനി ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷിനും ഇതേ കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. IBACA എക്സാമിന് CGL പോലെ തന്നെ ഗ്രാമർ, വൊക്കാബുലറി, കോംപ്രിഹെൻഷൻ, ഈ പറയുന്ന 3 കാര്യങ്ങൾക്ക് അവർ കൃത്യമായിട്ട് നമ്മുടെ അളവ്, അതായത് നമ്മുടെ എബിലിറ്റി അവർ ചെക്ക് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഒരു അസസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിലാണ്. കൃത്യമായിട്ട് ഗ്രാമറിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്ത് പോകും. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഒന്ന് നോക്കുകയാണെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ട്, ക്ലോസ് ടെസ്റ്റ് ഉണ്ട്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, പാരഗ്രാഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ഈ പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന കൂട്ടുകാർക്ക് അറിയാം. പ്രിപ്പസിഷൻസ് ഉണ്ട്, വോയിസ് ചേഞ്ച്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് പറയുന്ന ചേഞ്ച്, സെന്റൻസ് സ്ട്രക്ചർ, അഡ്ജക്റ്റീവ്സ്, ക്ലോസ്, കണ്ടീഷണൽ ക്ലോസ്, സിമ്പിൾ ക്ലോസ് എന്നൊക്കെ പറയുന്നില്ലേ, ഓക്കെ, അതാണ്. പിന്നെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലീഷിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത് തന്നെയാണ് നമ്മൾ CGL-ലും പഠിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, മസ്റ്റ് ട്രൈ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് IBACA എന്നുള്ളത് കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇംഗ്ലീഷിന്റെ സ്ട്രാറ്റജി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന വൊക്കാബുലറിയും ഗ്രാമറും കോംപ്രിഹെൻഷനും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ഇതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം, ഇതേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ റീഡിംഗ് ഇപ്പം നന്നായിട്ട് പേപ്പർ വായിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി ഉദ്ധിപ്പിക്കും. അപ്പോൾ ഒരു ഇംഗ്ലീഷ് പേപ്പർ വായിക്കുക, അതിന് എഡിറ്റോറിയൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക്, ഓക്കെ, എഡിറ്റോറിയൽ നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് കറന്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻസി ലഭിക്കും, നമ്മൾ വൊക്കാബുലറി ഡെവലപ്പ് ആവും.
അപ്പോൾ ഗ്രാമറും കുറേയൊക്കെ നമ്മൾ ഈ പറയുന്ന ഇംഗ്ലീഷ് പേപ്പർ വായിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കയ്യിൽ കിട്ടും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ആക്ച്വലി Tier 2-നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂസ് പേപ്പർ, ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക, എഡിറ്റോറിയൽ വായിക്കുക, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യും, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഡെവലപ്പ് ചെയ്യും, അതുപോലെ നമ്മുടെ ആൻസർ റൈറ്റിംഗ് സ്കില്ലിലേക്ക് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ മോക്ക് ടെസ്റ്റുകൾ ഡെയിലിയും വീക്ക്ലിയും അതുപോലെ ബൈ വീക്ക്ലിയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ. ഇനി കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടുന്ന ഒരു സംശയം ഉണ്ടാവും കൂട്ടുകാർക്ക്, അതും നമ്മളോട് കൊടുക്കുന്നുണ്ട്. നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള, ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മോണുമെന്റ്സ്, പ്ലേസസ് ഓഫ് ഇന്ത്യ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് ഇവന്റ്സ്, ഫ്ലാഗ്ഷിപ്പ് ഗവൺമെന്റ് പ്രോഗ്രാംസ്, അതായത് സ്കീംസ് ആൻഡ് പോളിസീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഉജ്ജ്വല എന്ന് പറയുന്ന ഒരു പദ്ധതി, PM കുസും എന്ന് പറയുന്ന പദ്ധതി, ഓക്കെ, ഇപ്പോൾ റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ റീസെന്റ് ആയിട്ട് കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളേക്കൊക്കെ നമുക്കൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന നോളജ് ആണ് ഈ പറഞ്ഞ കാര്യം. ഇനി ഫ്ലാഗ്ഷിപ്പ് ഗവൺമെന്റ് സ്കീംസിനോടൊപ്പം തന്നെ ഗെയിംസ് ആൻഡ് സ്പോർട്സ്. ഇപ്പോൾ 2026 ഏഷ്യൻ ഗെയിംസ് ജപ്പാനിൽ വെച്ച് നടക്കാൻ പോകുന്നു. ഇപ്പോൾ ഇതൊരു പുതിയ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ICC T20 വേൾഡ് കപ്പ് 2024 നമ്മളാണ് അടിച്ചത് അല്ലെ. അപ്പോൾ അത് മിനിമം 1 ഇയർ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിംസും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടത്. സ്റ്റാറ്റിക് GKയിലും ഇത് ചോദിക്കാം. ഓക്കെ, ഈ പറയുന്ന വ്യക്തി ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, അഖാഗൻ ട്രോഫി എന്ന് പറയുന്ന ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, രഞ്ജി ട്രോഫി ഏതുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ആർട്സ് ആൻഡ് കൾച്ചർ, ഇപ്പോൾ ഏതെങ്കിലും ഫെസ്റ്റിവൽസ് നടക്കും, ഓണം എന്ന് പറയുന്നത് നടക്കുകയാണ്, വരാൻ പോവുകയാണ്. അപ്പോൾ ഓണം എവിടെയാണ്, കേരളത്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന ആർട്സ് ആൻഡ് കൾച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇന്ത്യൻ ലിറ്ററേച്ചറെ സംബന്ധിച്ച് ഈ പറയുന്ന ജ്ഞാനപീഠം, സരസ്വതി സമ്മാൻ, വ്യാസ് സമ്മാൻ തുടങ്ങിയിട്ടുള്ള അവാർഡ്സ്, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കറണ്ട് ഇവന്റ്സിൽ വരുന്ന കാര്യങ്ങൾ. ഇത് തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്സ് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് കറണ്ട് അഫയേഴ്സിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനെക്കുറിച്ചുള്ള കോഴ്സ് ഡീറ്റെയിൽസ് അവസാനം പറയാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആക്ച്വലി SSC CGL വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഒരു പ്ലാൻ B തന്നെയാണ് IBACL. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വന്നു. ബേസിക് അരിത്തമെറ്റിക്സ് ആണ് നമ്മൾ ഇവിടെ സ്ട്രോങ് ആക്കി വെക്കേണ്ടത്. അതായത് HCM, LCM, HCF തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഒരു മാത്തമാറ്റിക്സ് സ്കില്ല്, നമ്മൾ അഡ്വാൻസ്ഡ് മാത്സിനേക്കാളും ബേസിക് അരിത്തമെറ്റിക്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. അതിനോടൊപ്പം തന്നെ റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. ഇത് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ഈ പറഞ്ഞ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി നന്നായിട്ട് വർദ്ധിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്രോക്സിമേഷൻസിനും സിംപ്ലിഫിക്കേഷനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് കൂടുതൽ സിംപ്ലിഫിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലാണ്. ഇനി ആവറേജ്, HCF, LCM, നമ്പർ സിസ്റ്റം, റേഷ്യോ പ്രപ്പോർഷൻ അല്ലെ, അതുപോലുള്ള കാര്യങ്ങൾ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ, ടൈം ആൻഡ് വർക്ക് പഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ബോട്ടം സ്ട്രീമും കൂടെ സിമ്പിൾ ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനി ബേസിക് ആയിട്ടുള്ള ഓൾജിബ്ര, ബേസിക് ആയിട്ടുള്ള ജോമെട്രി, ട്രിഗ്നോമെട്രി, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് CGL പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. തീർച്ചയായിട്ടും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, അവിടെ 25 ചോദ്യം, ഇവിടെ 20 എണ്ണേ ഉള്ളൂ. 5 ചോദ്യത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഇനി റീസണിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് റീസണിങ് നമ്മൾ പഠിക്കുകയല്ല ചെയ്യുന്നത്, പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ റീസണിങ് സ്പീഡ് കൂട്ടുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അനലോജി, കോഡിംഗ്, ഡീകോഡിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ വലയ്ക്കുന്ന ഒരു മേഖല. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന റീസെന്റ് ട്രെൻഡിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള, നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചില റീസണിങ് ക്വസ്റ്റ്യൻസ്, വെൻ ഡയഗ്രം, സിലോജിസം തുടങ്ങിയിട്ടുള്ള മേഖലകൾ, അതും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ നമ്പർ സീരീസ്, ആൽഫബറ്റിക് സീരീസ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, ലോജിക്കൽ തിങ്കിങ്, കൺക്ലൂഷൻ പോലെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് അഡ്വാൻറ്റേജ് ലഭിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഇനി സെക്കൻഡ് സ്റ്റേജിലേക്ക് പോവാണ്. സെക്കൻഡ് സ്റ്റേജിലേക്ക് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ന്യൂസ് പേപ്പർ നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് അവരുടെ ആൻസർ റൈറ്റിംഗ് സ്കില്ലിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നോക്കിയേ, എസ്സേ റൈറ്റിങ്ങിന് 30 മാർക്കും ഇംഗ്ലീഷ് പ്രസി ആൻഡ് കോംപ്രിഹെൻഷന് 20 മാർക്സും, ആസ് എ ടോട്ടൽ 50 മാർക്സ് ആണ് 1 അവറിൽ നമുക്ക്. മിനിമം ഒരു 17 ഒക്കെ ആയിരിക്കും പാസിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരാൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ളത് കൂട്ടുകാർക്ക് അറിയാം.
അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. തീർച്ചയായിട്ടും നമുക്ക് ടിയർ 2 ഈ പറയുന്ന ന്യൂസ് പേപ്പർ വായിക്കുന്നതിനും സ്പെഷ്യലി ആൻസർ റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ പറയുന്ന ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് എടുക്കുന്നതും തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്നത് എഴുതി തന്നെ ശീലിക്കണം. അത് കൃത്യമായിട്ട് എഴുതുന്ന സമയത്ത് നമ്മുടെ ഗ്രാമർ ഡെവലപ്പ് ചെയ്യും, നമ്മുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യും, നമ്മുടെ ഈ പറയുന്ന കറണ്ട് നോയിങ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ എസ്സേ റൈറ്റിംഗ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ റീസെന്റ് ട്രെൻഡിനനുസരിച്ചുള്ള റീസെന്റ് ആയിട്ട് സംഭവിച്ച കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പഹൽഗാം അറ്റാക്ക്, ഓപ്പറേഷൻ സിന്ധു, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം റീസെന്റ് ആയിട്ടൊരു കാര്യം വുമൻ എംപവർമെന്റ്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞു എങ്കിൽ പോലും എന്താണ് ഈ പറയുന്ന വുമൻ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയിട്ട്, അതിനെ പറ്റിയിട്ടൊരു ക്ലൈമാറ്റിക് ചേഞ്ച് അഡാപ്റ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ഇതൊക്കെ റീസെന്റ് ആയിട്ടുള്ള പേപ്പേഴ്സും ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി പ്രസി റൈറ്റിംഗ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതെ അത് നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് ടിയർ 2. ഇനി ഇതാണ് ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ടിയർ 2ഉം ടിയർ 3 മാത്രം. ടിയർ 3യിൽ വരുന്നത് ഇന്റർവ്യൂ സെഷൻസ് ആണ്. അതിന് കൃത്യമായിട്ട് ഇന്റർവ്യൂ ചെയ്ത് തന്നെ ശീലിക്കണം. അതിന് ട്രെയിനിങ് തന്നെ വേണം. അതല്ലാതെ നമുക്കത് ക്വാളിഫൈ ചെയ്യാനുള്ളൊരു സാധ്യത, നമ്മൾ സെൽഫായിട്ട് നമ്മളൊരു ആൻസർ എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പോലെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്താണ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായിട്ട് ഒരു കോച്ചിങ്ങിന് പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു അഡ്വാൻറ്റേജ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്, SSC CGL IBACU ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ടിയർ 1 പറയുന്ന കാര്യങ്ങളെല്ലാം സിമിലർ ആണ്. അപ്പോൾ ഇനി ഒരിക്കലും മടി വിചാരിക്കാതെ പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും എൻട്രി നിങ്ങൾക്ക് വേണ്ടി ഹോൾ ടീം സജ്ജമാണ്, തയ്യാറാണ്. പഠിക്കാൻ നിങ്ങൾ, ഒരിക്കൽ കൂടി പറയുന്നു, ഹാപ്പി ലേണിംഗ് ആണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, ഈ ഒരു ജോലിയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും പഠിപ്പിക്കാനും നിങ്ങളെ കൂടെ നയിക്കാനും വിജയത്തിലേക്ക് വിരൽ പിടിച്ചുയർത്താനും എൻട്രി സജ്ജമാണ്, തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് IBACAയുടെ കോഴ്സ് ഡീറ്റെയിൽസ് എൻട്രി തയ്യാറാക്കിയിട്ടുള്ളത്? IBACA എന്ന് പറയുന്നത് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മൾ ഇതിലൂടെ നൽകാനായിട്ട് പോകുന്നത്. മറ്റൊന്നും തന്നെയല്ല, നമ്മൾ ടിയർ 1, ടിയർ 2, ടിയർ 3 ബേസ് ചെയ്തിട്ടുള്ള കംപ്രിഹെൻസീവ് ആയിട്ട് ഈ പറയുന്ന എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ പറയുന്ന ഇവന്റ്സിനുള്ള മൊത്തമായിട്ടുള്ള കോച്ചിങ് ആയിരിക്കും നമ്മൾ. അല്ലാതെ ടിയർ 1 ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ടിയർ 2, ടിയർ 3 അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർവ്യൂ സെഷൻസ് എന്ന് പറയുന്നത് എൻട്രിയുടെ ഏറ്റവും വലിയൊരു പെക്യുലിയാരിറ്റിയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന ഒരുപാട് എക്സാംസ്, ബാങ്ക് എക്സാംസ് ആയിക്കോട്ടെ, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന എൻട്രിയിലൂടെ പ്രൊബേഷണറി ഓഫീസർ, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റിലേക്കൊക്കെ ഉയർത്തി. കാരണം ഇന്റർവ്യൂ സെഷൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹോൾ ടീം എന്ന് തന്നെ നമ്മൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടൊരു ടീം തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നമ്മൾ നോക്കാം. അപ്പോൾ പേഴ്സണലായിട്ട് മെന്റർഷിപ്പോട് കൂടി എക്സ്ക്ലൂസീവ് കണ്ടന്റ് ടിയർ 1 ആയിക്കോട്ടെ, ടിയർ 2 ആയിക്കോട്ടെ, ടിയർ 3 ആയിക്കോട്ടെ, അത് എക്സ്ക്ലൂസീവ് ആയി ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയൽസും ന്യൂസ് പേപ്പറും റീഡിങ്സും ബാക്കിയുള്ള കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ കോണ്ടന്റും നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ എത്തിക്കും. അതുപോലെ തന്നെ ലൈവും റെക്കോർഡഡ് സെഷൻസും. ഓക്കെ, ലൈവ് റെക്കോർഡഡ് സെഷൻസും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ടിയർ 1, ടിയർ 2, ടിയർ 3 എന്ന് പറയുന്നത് ഗോൾഡ് ബാച്ച് എടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് നമ്മൾക്ക് ഈ പറയുന്ന ഇന്റർവ്യൂ സെഷൻസും ഡിസ്ക്രിപ്റ്റീവ് ആൻസർ റൈറ്റിംഗ് സ്കില്ലും നമ്മൾ കൂടുതലായിട്ട് ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അല്ലാതെ റെക്കോർഡഡ് സെഷൻസ് ഒരിക്കലും നമുക്ക് ഈ പറയുന്ന പോലെ ഇന്റർവ്യൂ സെഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഗോൾഡ് ബാച്ച് എടുക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ടിയർ 2, ടിയർ 3 കോഴ്സുകൾക്ക് നമുക്ക് അതിനുള്ള കോഴ്സ് കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. ഓക്കെ, ഇനി സ്പെഷ്യൽ ടാസ്ക് ഫുൾ ടൈം ഇരുന്നു കൊണ്ട് ഇതിനു വേണ്ടി നമ്മളൊരു ഓഫ്ലൈൻ സെന്ററിൽ പോയി വർക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാ എഫേർട്ടുകളും സ്പെഷ്യൽ ടാസ്കുകളും സ്പെഷ്യൽ ഈ പറയുന്ന പോലുള്ള സ്റ്റഡി മെറ്റീരിയൽസും എൻട്രി സജ്ജമാക്കി വെക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചെടുക്കും. എങ്ങനെ തുടങ്ങണം, പ്രസി എങ്ങനെ എഴുതാം, അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ എങ്ങനെ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാം പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇനി ഇന്റർവ്യൂ ട്രെയിനിങ് ആണെങ്കിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുകൊണ്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ട്രെയിനിങ് ആയിരിക്കും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മോക്ക് എക്സാംസും കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ്. മോക്ക് എക്സാംസിൽ ടിയർ 1ന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് SSC പോലുള്ള എക്സാംസിന്റെ ഇന്റർഫേസ് ഒക്കെ മാറിയിരിക്കുകയാണ്, വെൻഡേഴ്സ് ഒക്കെ മാറിയതുകൊണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുന്നതായിരിക്കും എൻട്രിയുടെ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും IBACIO എന്ന് പറയുന്നത് SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഒരു പ്ലാൻ ബി ആണ്, ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ 8714764666 എന്ന് പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്ന് തന്നെ ബന്ധപ്പെടുക, പഠിച്ചു തുടങ്ങുക. എക്സാം വന്ന് പഠിക്കാൻ എന്ന് വിചാരിക്കരുത്. വൈകാതെ തന്നെ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് പെട്ടെന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന എക്സാംസ് എല്ലാം വിത്തിൻ 2 to 3 months എല്ലാ കാര്യങ്ങളും നടക്കും. ടിയർ 1 പെട്ടെന്ന് ഡേറ്റ് വരും, ടിയർ 1 നടക്കും. അതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ പെട്ടെന്ന് ടിയർ 1 റിസൾട്ട് വരും, ടിയർ 2 നടക്കും, ടിയർ 2ന്റെ റിസൾട്ട് വരും, ടിയർ 3 ഇന്റർവ്യൂ നടക്കും. പെട്ടെന്നായിരിക്കും എല്ലാ കാര്യങ്ങളും. വിത്തിൻ 1 year ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളിലേക്കും എല്ലാം പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും മടി വിചാരിക്കാതെ കൂട്ടുകാർ പഠിക്കുക.
ഒരു കാര്യം അറിയാം, വിധി മാറാൻ ഒരൊറ്റ എൻട്രി മതി. അത് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഈ പറയുന്ന ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെയുള്ള എക്സാംസ്, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനെ പറ്റി SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, IB പോലെയുള്ള എക്സാംസ് ആയിക്കോട്ടെ, ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കൊക്കെ തന്നെ താഴെ കാണുന്ന കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുക. We are always there, eager to hear from you what your comments are, what your suggestions are. Okay. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും പറ്റിയ ഒരു പ്ലാൻ ബി ആണ് IB ACO എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പഠിക്കുക. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, എൻട്രി സജ്ജമാണ്, പഠിപ്പിക്കാൻ തയ്യാറാണ്, വിജയത്തിലേക്ക് വിരൽ പിടിച്ച് ഉയർത്താൻ എൻട്രി തയ്യാറാണ്. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഇവിടെ പറയുന്നു, ഇറ്റ്സ് ശ്യാം ഫ്രം എൻട്രി.